നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർലമെൻറ്റ് മന്ദിരം. നമുക്കറിയാം പുതിയ പാർലമെൻറ്റ് മന്ദിരമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രമേ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ പാർലമെൻറ്റ് മന്ദിരം വന്നതുകൊണ്ടും പഴയ പാർലമെൻറ്റിനെ പറ്റിയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പുറത്തുള്ള ശില്പങ്ങളെ പറ്റിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കൂടെ നമ്മൾ അതിൻ്റെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? പാർലമെൻറ്റ് മന്ദിരം. തറക്കല്ലിട്ടത് എന്നാണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരം വേണമെന്ന് പറഞ്ഞ് തറക്കല്ലിട്ടത് 2020 ഡിസംബർ 10-നാണ്. ഓക്കെ, 2020 ഡിസംബർ 10-നാണ് പാർലമെൻറ്റ് മന്ദിരം തറക്കല്ലിട്ടത്. ഉദ്ഘാടനം ചെയ്തതോ ഈ 2023-ലാണ് അല്ലേ. 2023 മെയ് 28-നാണ് പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണ പദ്ധതിയുടെ പേരെന്തായിരുന്നു? സെൻട്രൽ വിസ്ത പ്രൊജക്റ്റ്. ആ സമയത്തൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ. സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. നിർമ്മാണ കരാർ, ഈ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്ന ആരായിരുന്നു? അത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ്. ആരാണ് ഏറ്റെടുത്തത്? ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ്. ആ സമയത്ത് നമ്മുടെ നെഹ്റുവിന്, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിന് അധികാരം കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു ചെങ്കോൽ തിരിച്ചേൽപ്പിച്ചിരുന്നു അല്ലേ. ആ ചെങ്കോൽ എന്ത് ചെയ്തു? നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ചെങ്കോൽ നമ്മുടെ സ്പീക്കറിൻ്റെ ഇരിപ്പിടത്തിനടുത്ത് സ്ഥാപിച്ചു. ഉദ്ഘാടനം ചെയ്തപ്പോഴത്തേക്കും ആ ചെങ്കോൽ സ്പീക്കറിൻ്റെ ഇരിപ്പിടത്തിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയ പാർലമെൻറ്റിൻ്റെ ആകൃതി എന്താണ്? ത്രികോണ ആകൃതി. എന്താണ് പുതിയ പാർലമെൻറ്റിൻ്റെ ആകൃതി? ത്രികോണാകൃതി. അപ്പോൾ ആദ്യമായിട്ട് തറക്കല്ലിട്ടത് വർഷം ചോദിച്ചാൽ 2020 ഡിസംബർ 10. ഓൾമോസ്റ്റ് 3 years അല്ലെങ്കിൽ 2-2.5 വർഷത്തോളം എടുത്തിട്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത് അല്ലേ. ഉദ്ഘാടനം എന്നാണ് നടന്നത്? 2023 മെയ് 28. നിർമ്മാണ പദ്ധതിയുടെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. കരാർ ഏറ്റെടുത്തിരുന്നത് ടാറ്റ പ്രോജക്റ്റ് ലിമിറ്റഡ് ആണ്. അന്ന് അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ചെങ്കോല് സ്പീക്കറിൻ്റെ ഇരിപ്പിടത്തിനടുത്തായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പുതിയ പാർലമെൻറ്റിൻ്റെ ആകൃതി എന്താണ്? ത്രികോണ ആകൃതി. അടുത്തത്, പുതിയ പാർലമെൻറ്റിൽ ആദ്യ സമ്മേളനം നടന്നത്. ഉദ്ഘാടനം ചെയ്തത് മെയ്യിലാണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ മെയ് 28-നാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. എന്താണ്? 2023 സെപ്റ്റംബർ 19. ആദ്യ ബില്ല്, വനിതാ സംവരണ ബില്ല്. ഓക്കെ, ആദ്യമായിട്ട് അവിടെ അവതരിപ്പിച്ചത്, പാർലമെൻറ്റിലെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ല്. ഈ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയ നാണയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 രൂപയുടെ തുട്ടാണ്. ഓക്കെ, 75 രൂപയുടെ നാണയമാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയത്. ഇനി പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? അത് ബിമൽ പട്ടേലാണ്. ഓക്കെ, ബിമൽ പട്ടേൽ. മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേൽ. ഏകദേശം 65,000 ചതുരശ്ര മീറ്ററാണ് വിസ്തീർണം. ഇനി എത്ര കവാടങ്ങളുണ്ട് പാർലമെൻറ്റ് മന്ദിരത്തിന്? എത്ര കവാടങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് 6 കവാടങ്ങളാണ്. ഓക്കെ, എത്ര കവാടങ്ങളുണ്ട്? 6 കവാടങ്ങൾ. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2023 സെപ്റ്റംബർ 19. ആദ്യത്തെ ബില്ല് ഏതാണ്? വനിതാ സംവരണ ബില്ല്. പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയം. രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേൽ. ഇനി 65,000 ചതുരശ്ര മീറ്ററാണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ വിസ്തീർണം. എത്ര കവാടങ്ങളുണ്ട്? 6 കവാടങ്ങൾ ഉണ്ട്. ഇനി ഇതിൽ 6 കവാടങ്ങളിൽ 3 കവാടങ്ങൾക്കാണ് പ്രത്യേകമായിട്ടുള്ള പേരും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. ഓക്കെ, കവാടം, ഗേറ്റിനൊക്കെയാണ് ഹിന്ദിയിൽ ദ്വാർ എന്ന് പറയുന്നത്. ഓക്കെ, ദ്വാരപാലകർ എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ അതായത് നമ്മുടെ സെക്യൂരിറ്റി പോലെ നിൽക്കുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞിരുന്ന പേരെന്താണ്? ദ്വാരപാലകർ. ഓക്കെ, അപ്പം ജ്ഞാനദ്വാർ, ശക്തിദ്വാർ,
കർമ്മദ്വാർ. ഓക്കെ, അപ്പം 3 ഗേറ്റ്സാണ് നമ്മുടെ പാർലമെൻറ്റിന് മെയിനായിട്ടുള്ളത്. അതായത് പ്രധാന കവാടങ്ങൾ 6 ഉണ്ടെങ്കിലും 3 പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അപ്പം നമ്മൾ 6 കവാടങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആ കവാടങ്ങളിൽ ചില പ്രതിമകളും അതിന് കുറച്ച് പ്രത്യേകതകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ UPSCയിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തൊക്കെ പ്രതിമകളുണ്ടെന്ന് ഉറപ്പായാലും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കവാടത്തിന് ഗജദ്വാർ എന്ന് പറയുന്നു. കാരണം അവിടെ എന്താണ്, ആ ഒരു ഗേറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു ഡോറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആനയുടെ പ്രതിമയാണുള്ളത്. അപ്പോൾ ഒന്നാമത് ഏകദേശം നമ്മുടെ വടക്ക് നോർത്തിലാണ്, നോർത്തേൺ ഗേറ്റിലാണ് ഈ ഒരു ആനയുടെ പ്രതിമയുള്ളത്. നോർത്തേൺ ഗേറ്റ് വടക്ക് ദിശയിലായിട്ടുള്ള തുറക്കുന്ന ആ ഒരു കവാടം അല്ലെങ്കിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ആനയുടെ പ്രതിമയുണ്ട്. അപ്പോൾ ആന എന്ന പ്രതിമ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിശക്തി, ഓർമ്മ, സമ്പത്ത്, ജ്ഞാനം. എന്തൊക്കെയാണ്? ബുദ്ധിശക്തി, ഓർമ്മ, സമ്പത്ത്, ജ്ഞാനം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആനയുടെ പ്രതിമയാണ് നമ്മുടെ ഗജദ്വാർ അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അശ്വധാരാണ്. ഓക്കെ, നോർത്തിൽ അതായത് വടക്ക് ഭാഗത്ത് എന്താണ്? ആന, തെക്ക് ഭാഗത്ത് കുതിര, അശ്വധാർ. അശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരയാണ് അല്ലേ. തെക്ക് ഒരു കുതിരയുടെ പ്രതിമയാണ്. അധികാരം, ശക്തി, ധൈര്യം. കുതിരയ്ക്ക് നല്ല ശക്തിയും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ പ്രതീകമായിട്ട് പണ്ട് മുതലേ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രതീകമാണ് എന്ത്? കുതിര. ഓക്കെ, അപ്പം അധികാരം, ശക്തി, ധൈര്യം അല്ലേ. കുതിരയ്ക്ക് ഭയങ്കര ധൈര്യമാണ് അല്ലേ. എത്ര എന്താ പറയുക, ദുർഘടമായിട്ടുള്ള സ്ഥലത്തോടെയും ചാടിക്കടക്കാൻ കഴിയുന്നൊരു ജീവിയാണ് നമ്മുടെ കുതിര. ഓക്കെ, അടുത്തത് ഗരുഡദ്വാർ. ഗരുഡദ്വാർ കിഴക്കെന്താണ്? ഗരുഡൻ്റെ പ്രതിമയാണ് അല്ലേ. കിഴക്കെന്താണ്? ഒരു ഗരുഡൻ്റെ, അതായത് നമുക്കറിയാം നമ്മുടെ ഗരുഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കല്പികമായിട്ടുള്ള വിഷ്ണുവിൻ്റെ വാഹനം എന്ന് പറയുന്നത് ഗരുഡനാണ് അല്ലേ. അപ്പം ഗരുഡൻ എന്താണ്? ഒരു മിത്തിക്കലായിട്ടുള്ള, അതായത് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന ഒരു പക്ഷിയാണ്. അതേപോലെ തന്നെ ഗരുഡൻ നമ്മുടെ എന്താ പറയുക, പരുന്തിൻ്റെയൊക്കെ ഒരു ഹയർ വേർഷനായിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഏറ്റവും ഉയർന്നു പറക്കുന്ന അധികാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. ഓക്കെ, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പറായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നതിനാണ് ധർമ്മം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അധികാരം, ധർമ്മം എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ത്? ഗരുഡദ്വാർ. എന്താണ്? അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു? നോർത്തിൽ നമ്മുടെ ഗജം, അതായത് ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ്, ആനയുടെ പ്രതിമയാണ്. ബുദ്ധിശക്തി, ഓർമ്മ, സമ്പത്ത്, ജ്ഞാനം, ഇതെല്ലാം ഗജദ്വാര പ്രതിനിധാനം ചെയ്തു. ഇനി തെക്കുള്ള തുറക്കുന്ന ആ വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്താണുള്ളത്? ഒരു കുതിരയാണ്. ഓക്കെ, തെക്ക് കുതിരയുടെ പ്രതിമ എന്തൊക്കെ പ്രതിനിധാനം ചെയ്തു? അധികാരം, ശക്തി, ധൈര്യം. ഇനി ഗരുഡൻ്റെ പ്രതിമ എവിടെയുള്ളത്? കിഴക്ക് വശത്തായിട്ട് ഗരുഡൻ്റെ പ്രതിമയാണുള്ളത്. അധികാരവും ധർമ്മവുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്തത് മകരദ്വാർ. ഒരു സാങ്കല്പികമായിട്ടുള്ള സമുദ്രജീവിയാണ് ഈ മകരദ്വാർ എന്ന് പറയുന്നത്. അടുത്ത വാതിലിൻ്റെ മുമ്പിൽ എന്താണ്? മകരം. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ജീവിയാണ് അല്ലേ മകരദ്വാർ. ഒരു സാങ്കല്പികമായിട്ടുള്ള സമുദ്രജീവിയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയെ പറ്റി എന്താ പറയുന്നത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ. അതായത് ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് അല്ലേ. അതായത് ഒരുപാട് വൈവിധ്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ഒരു ജീവിയാണ് ഈ മകര എന്ന് പറയുന്ന ആ ജീവി. ഓക്കെ, അപ്പം മകര എന്ന് പറഞ്ഞൊരു സാങ്കല്പിക ജീവിയാണത്. ഒരുപാട് ജീവികളുടെ ശരീരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ജീവിയാണ് മകരദ്വാർ. ഹിന്ദു മിത്തോളജിയിലും ബുദ്ധിസത്തിലും ഒരുപോലെ പ്രതിപാദിക്കുന്ന ഒരു ജീവിയാണെന്ത്? മകരം. അപ്പം നാനാത്വത്തിൽ ഏകത്വം. പഴയ പാർലമെൻറ്റിൻ്റെ നേരെ തുറക്കുന്ന വാതിലാണ് ഏത്? മകരദ്വാർ. ഓക്കെ, അപ്പോൾ പഴയ പാർലമെൻറ്റിൻ്റെ നേരെ തുറക്കുന്ന വാതിലാണ് മകരദ്വാർ. ഒരു മിത്തിക്കൽ ക്രീച്ചറാണ്, ഒരു സാങ്കല്പിക സമുദ്രജീവിയാണ്. ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും ഒരുപോലെ പ്രതിപാദിക്കുന്ന ജീവിയുമാണെന്ത്? മകര. അടുത്തത് ശാർദുലദ്വാർ. അതൊരു മിത്തോളജിക്കൽ ക്രീച്ചറാണ്. നമ്മുടെ കുതിരയുടെ തലയും സിംഹത്തിൻ്റെ ഉടലും. ഓക്കെ, അപ്പോൾ അധികാരവും ശക്തിയും എല്ലാം ചേർന്നൊരു മിത്തിക്കൽ ക്രീച്ചർ തന്നെയാണ് ശാർദുല. ഓക്കെ, ശാർദുലദ്വാർ എന്താണ്? സിംഹത്തിൻ്റെ ഉടലും കുതിരയുടെ തലയും. ഈ ഒരു ദ്വാരത്തിലുള്ള ശാർദുല പ്രതിമ പ്രതിനിധാനം ചെയ്ത് ജനങ്ങളുടെ അധികാരം. ഈ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ കയറണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്?
ജനങ്ങളല്ലേ. അപ്പം ജനങ്ങളുടെ അധികാരം, അൾട്ടിമേറ്റ്ലി പീപ്പിൾസ് പവർ. ഓക്കെ, പീപ്പിൾ, ജനങ്ങളുടെ അധികാരത്തിൻ്റെ ആ ഒരു ചിഹ്നമായിട്ടാണ് ശാർദുല പ്രതിനിധാനം ചെയ്യുന്നത്. ശാർദുല ദ്വാര എന്താണ്? സിംഹത്തിൻ്റെ ഉടലും കുതിരയുടെ തലയുമുള്ള ഒരു പ്രത്യേക പ്രതിമയാണ് ശാർദുല. ശാർദുല ദ്വാര ജനങ്ങളുടെ അധികാരമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്തത് ഹംസദ്വാർ. ഹംസദ്വാർ, ഹംസം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ, അരയന്നമാണ്. ഓക്കെ, അരയന്നത്തിൻ്റെ ശില്പമാണ്. മോക്ഷം, ലിബറേഷൻ ഓഫ് ദ സോളാണ് ഈ ഹംസത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വയം തിരിച്ചറിവ്, ജ്ഞാനം എല്ലാവർക്കും വേണ്ട കാര്യമാണ് അല്ലേ. നമുക്ക് എന്തൊക്കെ അറിയാം? സ്വയം, സെൽഫ് റിയലൈസേഷൻ, സ്വയം തിരിച്ചറിവ്, ജ്ഞാനം എന്നിവയാണ് വേണ്ടത്. ഇനി രാജ്യസഭാ ഹാൾ, നമുക്കറിയാം രാജ്യസഭാ ഹാളുമുണ്ട് ലോക്സഭാ ഹാളും ഉണ്ട് അല്ലേ. അപ്പോൾ രാജ്യസഭാ ഹാള് പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു നിർമ്മിച്ചിരിക്കുന്ന ഒരു താമരയുടെ ഷേപ്പിലാണ്. രാജ്യസഭാ ഹാൾ എന്താണ്? ഒരു താമരയുടെ ഷേപ്പിലാണ് പ്രതിനിധാനം അല്ലെങ്കിൽ ഒരു നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു ഗേറ്റ്സിൻ്റെ ഫ്രണ്ടിലുള്ളത് വടക്കെന്താണ്? ഗജദ്വാറാണ്. സെക്കൻഡ് അല്ലെങ്കിൽ തെക്കായിട്ട് അശ്വദ്വാര, കിഴക്ക് ഭാഗത്തായിട്ട് ഗരുഡദ്വാര, സാങ്കല്പിക ഒരു സമുദ്രജീവിയായിട്ടുള്ള മകരദ്വാരം എന്താണ്? നമ്മുടെ പഴയ പാർലമെൻറ്റിൻ്റെ നേരെ തുറക്കുന്ന ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള സാങ്കല്പിക സമുദ്രജീവിയാണ് മകരദ്വാര. ശാർദുല സിംഹത്തിൻ്റെ ഉടലും കുതിരയുടെ തലയുമുള്ള സാങ്കല്പിക ജീവിയാണ്. അത് ജനങ്ങളുടെ അധികാരമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഹംസദ്വാരോ ഒരു അരയന്നത്തിൻ്റെ ശില്പമാണ്. ലിബറേഷൻ ഓഫ് ദ സോൾ, സ്വയം തിരിച്ചറിവ്, ജ്ഞാനം. രാജ്യസഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത് എന്തിൻ്റെ ആകൃതിയിലാണ്? താമര. എന്നാൽ ലോക്സഭാ ഹാള്, ഓക്കെ, നമ്മുടെ ദേശീയ പുഷ്പമാണ് അല്ലേ താമര. താമരയുടെ ആ ഒരു രൂപത്തിലാണ് നമ്മുടെ രാജ്യസഭാ ഹാള്. അതുപോലെ തന്നെ ദേശീയ പക്ഷിയായ മയിലിൻ്റെ ഒരു ഫോമിലാണ് ലോക്സഭാ ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ എത്ര ഇരിപ്പിടങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 888, 888, 666 അല്ല 888. ഓക്കെ, ഇപ്പം രാജ്യസഭയിൽ എത്രയുണ്ട്? രാജ്യസഭാ ഹാളിൽ 384, 34 നടുക്കൊരു 8 ഓർത്താൽ മതി. അപ്പം 384. ലോക്സഭയിലെ ഇരിപ്പിടങ്ങൾ ഓർക്കാൻ എളുപ്പമാണ് അല്ലേ, ഒരു ഫാൻസി നമ്പറാണ്. 888, 888, 888 ഇരിപ്പിടങ്ങളാണ് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിലാണെങ്കിലോ 384. ഓക്കെ, ഈ അംഗങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സെൻട്രൽ ലോഞ്ച് ഉണ്ട്. ഓക്കെ, അംഗങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, ചെറിയ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒക്കെ പരസ്പരം പാസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ലോഞ്ചും നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, മന്ദിരത്തിൻ്റെ തുറസായ മുറ്റത്തുള്ള മരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽമരം. അതായത് ആ സെൻട്രൽ ഹാളിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു ആൽമരം നട്ടിട്ടുണ്ട്. സംയുക്ത സമ്മേളനത്തിന് ഒരു സെൻട്രൽ ഹാളില്ല. പഴയ പാർലമെൻറ്റിൽ സംയുക്ത സമ്മേളനത്തിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ ഹാൾ ഉണ്ടായിരുന്നു. ആ സെൻട്രൽ ഹാളൊന്നും ഇല്ല. ഈ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് സംവിധാൻ സദൻ. സംവിധാൻ സദൻ എന്ന് പറഞ്ഞാൽ, സംവിധാൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പാർലമെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സംവിധാൻ സദൻ എന്നാണ് നരേന്ദ്രമോദി നിർദ്ദേശിച്ച പേര്. ഇനി നമ്മൾ പഴയ പാർലമെൻറ്റ്, ഇത് നമ്മൾ ത്രികോണാകൃതിയിലാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. പഴയ മന്ദിരത്തിൻ്റെ ആകൃതി ദീർഘവൃത്താകൃതിയാണ്. 12 കവാടങ്ങൾ. പണ്ടത്തെ നമ്മുടെ പാർലമെൻറ്റിന് 12 കവാടങ്ങൾ. ഇപ്പം നമുക്ക് 6 കവാടേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. ഇവിടെ 12 കവാടങ്ങളാണ് ഉണ്ടായിരുന്നത്. അതും ന്യൂഡൽഹി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. രൂപകൽപ്പന ചെയ്തത് ആരൊക്കെയാണ്? എഡ്വിൻ ലൂട്ടിൻസും ഹെർബർട്ട് ബെക്കറും. ഇതൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ. പി എസ് സി തന്നെ ചോദിച്ചു മടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 1927 ജനുവരി 18 ലോർഡ് ഇർവിനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് പഠിക്കാം.